വിജയ, നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു ഭീതി. നീയല്ലേ പറഞ്ഞത് CID ജോലി വളരെ സുഖമുള്ള ഏർപ്പാടാണെന്ന്? ഇത്രയും അപകടം പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? സർക്കിള് പറഞ്ഞത് നേരാ. CIDകൾ ഒരിക്കലും പരസ്യമായ അന്വേഷണത്തിന് ഇറങ്ങരുത്. അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല. റോഡിൽ വെച്ചൊരു തടിയനെ പിന്തുടരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവനെ ഉടനെ കണ്ടുപിടിക്കണം. കൊല്ലുമെന്ന് റെസ്റ്റോറന്റ് വെച്ച് അവൻ പറയുന്ന ഞാൻ കേട്ടതാ. ഓഹോ, കൈവിട്ടുപോയി. കൈവിട്ടു പോട്ടെ, നമുക്ക് മദുരാശിയിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ എവിടം വരെ ഓടും? ഈ കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസ് അന്വേഷിച്ചല്ലേ പറ്റൂ. നമ്മുടെ ജോലി ഇതായി പോയില്ലേ? ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. വിജയ, നിന്റെ കരിനാക്ക് പുറത്തെടുക്കാതെ. പട്ടിണിയും പരിവട്ടവും ഒന്നും നിനക്ക് മതിയായില്ലേ? തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? CIDകൾ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു. ആ തടിയൻ തന്നെയാണ് നേതാവ്. അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം. നമുക്ക് വേഷപ്രച്ഛന്നരാകാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന്ന മത്സരത്തിന് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാ പേടിക്കാനേ ഇല്ല. നമുക്ക് മതം മാറാം. അയ്യോ, എന്തിന്? താടിയും തുപ്പിയും വെച്ച് കുട നന്നാക്കുന്ന മുസ്ലിങ്ങളാകാം. കുട നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. എന്താ, കേറണോ? പിന്നെ കേറാതെ. തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ വെറുതെ സമയം കളയലാവില്ലേ? നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായൊന്ന് അന്വേഷിച്ച് നോക്കാലോ. കുട നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ. നീ നന്നാക്കൂ. ഇതൊക്കെ നിന്റെ ഐഡിയ അല്ലേ? നീ ഒന്ന് നന്നാക്കി നോക്ക്. തയ്ക്കാനെ പറ്റാണെങ്കിൽ പ്രശ്നമില്ല. നന്നാക്കണ്ട, കുടയും കിടക്കി. നാട്ടിലില്ലാത്ത കൂലിയൊന്നും ചോദിക്കരുത്. കൂലി പ്രശ്നമല്ല, നിങ്ങൾ കുടയും കിടക്കി. കൊടുക്കാൻ വക്കാണത്തിനൊന്നും വയ്യ, പറഞ്ഞേക്കാം. ഇത്തിരി പണിയേ ഉള്ളൂ. 1-2 ഇടത്ത് തയ്ക്കണം, ചക്കു മാറ്റണം, കുതിര ഒന്ന് ഒടിഞ്ഞിരിക്കുക. പിന്നെ ഈ തുണി കളയപ്പോഴൊന്ന് ശരിയാക്കണം, പിടി ഉറപ്പിക്കണം. അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ. കൂലി പറ. കൂലി പറയാൻ നിങ്ങൾ കുടവരി. നല്ല തടിയും വണ്ണമുള്ള ഒരുത്തനെ കണ്ടിട്ടുണ്ടാ താടി വെച്ച? എന്തിനാ? നമുക്ക് വെറുതെ ഒന്ന് കാണാനെ കൊണ്ട്. തടിയും വണ്ണമുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരാളെ പറയും. ആദ്യം കൂലി പറ. ആദ്യം നിങ്ങൾ ഇത് പറയും. ആദ്യം കൂലി പറയാൻ. നിങ്ങൾ എന്ത് തരുമോ അത് പറയും. 50 പൈസയുടെ പണിയേ ഉള്ളൂ. 75 പൈസ തരാം. സമ്മതിച്ചിരിക്കണം കുടവരി. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ, നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളില്ല, നിങ്ങളല്ലേ ആഫീസർ. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണോ? ഇതിന്റെ പിടി പോയല്ല. പിടി ഉറപ്പിക്കണം. പിടിച്ചാലേ ഇങ്ങോട്ട് പിടിക്കി. തുണി കയറിക്കോട്ടെ, കുഴപ്പമില്ല. എന്തോന്നാ ഇത്? ഞങ്ങള് കുട നന്നാക്കാൻ നടക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് നമ്മള് കുട നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരുത്തന്റെ താടി ഇളകി. ആ, ഏതോ കള്ളന്മാരാണോ തോന്നുന്നേ. ഇങ്ങനെ പല വേഷത്തിലും പകൽ വന്ന് സ്ഥലമൊക്കെ കണ്ടുവയ്ക്കും, എന്നിട്ട് രാത്രി കക്കാൻ ഇറങ്ങും. അയ്യോ എന്റെ ഈശ്വര,
ഓടി വരണേ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഒന്ന് ഓടി വാ ചാച്ചി, ഒന്ന് ഓടി വാ. വീടിന്റെ അകത്ത് കള്ളം കേറിയ നോക്കാം. ഓടി വാ. അയ്യോ കള്ളന്മാർ പരിക്ക് അകത്തോട്ട് കയറുന്നു. ഓടി വാ, ഓടി തമിഴ്നാടു സേഡി മിസ്റ്റർ രാംദാസ് ഹിയർ. യെസ്. ഓ, ഇൻസ്പെക്ടറോ? ആ, തകൃതിയായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഇന്ന് വിജയകരമായ ഒരു വേഷം മാറ്റം നടത്തി. ചിലരെയൊക്കെ സംശയമുണ്ട്. അതൊന്നും പറയാറായിട്ടില്ല. ഇതെന്തൊരു ശല്യമാണ്. സമയമാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വല്ലാത്ത ശല്യക്കാരനാണ്. ആകാംക്ഷയാണ്. നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയ, വേറെ ഒരു നല്ല വേഷം പറ. ആ തടിയനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അമ്മിക്കുത്തുകാരായി ഇറങ്ങിയാലോ? അറിയാത്ത പണി ചെയ്യുന്നവരായിട്ടുള്ള നടപ്പിനി വേണ്ട. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ട തിന്നുപിടിക്കലും അല്ലേ? ആണോ? എന്നാ നീ തനിച്ചൊക്കെ വേഷം മാറും. അങ്ങനെ തടിക്കാനല്ല തമിഴ്നാട് ഗവൺമെന്റ് നിനക്ക് ശമ്പളം തരുന്നത്. നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം. എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ? വല്ല ഐഡിയയും നീ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്നാൽ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് കപ്പട മീശയും തലയിലൊരു കെട്ടുമൊക്കെ ആയിട്ട് പക്ഷിശാസ്ത്രക്കാരാകാം. എവിടെയും കയറി ചെല്ലാം, എന്തു നുണയും പറയാം. പക്ഷിശാസ്ത്രമാകുമ്പോ ഈ തത്തയെ കൊണ്ട് കാർഡെടുപ്പിക്കണ്ടേ? അത് വളരെ എളുപ്പമല്ലേ. ചിറക് മുറിച്ച തത്തയായിരിക്കും. നമ്മൾ തത്തയെ കൂടിന്റെ പുറത്തേക്ക് ഇറക്കി വിടണം. എന്നിട്ട് കൂടിന്റെ ഒരു വശത്ത് ടിക് 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 എന്ന് പതുക്കെ മുട്ടണം. മുട്ടൽ എപ്പ നിർത്തുന്നോ തത്ത ഉടൻ കാർഡെടുക്കും. ഈ വിദ്യ നീ എങ്ങനെ പഠിച്ചു? ദാസ, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ചുമ്മാ CID ഒന്നും അല്ല. ഇതുപോലെ 100 കണക്കിന് ഐഡിയാസ് ഇനിയും വേണേ പറഞ്ഞുതരാം. ആദ്യം ഇത് വിജയകരമാകുമെന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വിജയം സുനിശ്ചിതം. ഗെറ്റ് റെഡി CID മിസ്റ്റർ ദാസൻ. ഓക്കെ, ശരി മിസ്റ്റർ വിജയൻ. ശരി. CID പണി ഒന്നുകിൽ ആ പിശാചിന്റെ പേരറിയണം, അല്ലെങ്കിൽ അവൻ ഏത് ഏറിയല്ല താമസിക്കുന്നതെന്ന് അറിയണം. ഇതൊന്നുമില്ലാതെ കഷണ്ടി ഉണ്ട് കുഷണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്ന് അന്വേഷിക്കാൻ? ഈ പണ്ടാരത്തിനാണെങ്കിൽ മുടിഞ്ഞ വേറ്റു. പക്ഷിശാസ്ത്രക്കാരുടെ വേഷത്തിൽ നടന്ന എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളന്മാര് നേരിട്ട് ഹാജരാവുമെന്ന് നീ അല്ലടാ പറഞ്ഞത്? ഏതായാലും നിന്റെ കൊടതന്നാക്കൽ പരിപാടി പോലെ നാറിയില്ല. അന്ന് തടികേടാവാഞ്ഞത് എന്റെ അപ്പനപ്പന്മാരുടെ അനുഗ്രഹം കൊണ്ടാ. CID പണിയാകുമ്പോ ചിലപ്പോ തടി കേടായെന്നിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ ഈ കുപ്പായം ഊരി വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഈ കേസൊക്കെ പുല്ല് പോലെ കണ്ടുപിടിച്ചേനെ. ഒരു കാര്യം ചെയ്യാം. ഇനി അങ്ങോട്ട് നീ നിന്റെ വഴിക്ക് അന്വേഷിച്ചോളൂ, ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചോളാം. ആയിക്കോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ആ തടിയനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണ്? റെസ്റ്റോറന്റ് വെച്ച്. ആണല്ലോ. നമ്മൾ ഇവിടെ ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചു. ആ റെസ്റ്റോറന്റിൽ ഒന്ന് പോയി നോക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടായോ ഇതുവരെ? യെസ്. ഇല്ല. എന്നാ ആ ബുദ്ധി എനിക്കിപ്പോ ഉണ്ടായി. നമ്മൾ എത്രയും പെട്ടെന്ന് ആ റെസ്റ്റോറന്റിലേക്ക് നീങ്ങും. ഒരു ടാക്സി വിളിക്ക്. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. എടാ, ഇന്ന് വരെ പക്ഷിശാസ്ത്രക്കാര് ടാക്സി സഞ്ചരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. യെസ്. വാ, നമുക്ക് ബസ്സിൽ പോകാം.
என்ன சார் கைவாக்கணுமா? நாங்களா? പോക്കറ്റ് അടിക്കാൻ നടക്കല്ലേ? நாங்களா? അതെ നിങ്ങൾ തന്നെയാ. ഇന്നാളെ രണ്ടുപേരും കൂടെ കൊടവന്നാക്കാനാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നില്ലേ? അപ്പൊ താടിയും തൊപ്പിയായിരുന്നു. ദേ ഇത് കള്ളമീശ കേട്ടോ. சார் அந்த மிஷம் பிடி. அங்க பிடிக்காத